സംരംഭം തുടങ്ങണ കാര്യം ആലോചിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരോടും ഇങ്ങനെ വരമ്പത്ത് കുത്തിയിരുന്ന് കഴിഞ്ഞാൽ വല്ലതും നടക്കോ? പറ്റില്ല, ആലോചിക്കണം. എന്തോന്നടേ 5 മിനിറ്റ് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റാത്തവരാണ് ഒരുമിച്ച് സംരംഭം തുടങ്ങാൻ പോണ. സമാധാനമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ സംരംഭം തുടങ്ങാൻ പറ്റൂ? ഇതിനൊക്കെ ഒരു ടീം വർക്ക് വേണ്ടേടേ, സമാധാനം വേണ്ടേടേ. പറയാമ ശാർക്കര ഗൗരിയാ ഞാൻ ഇവിടെ ഇരുന്ന ശരിയാവും. എന്റെ അമ്മായി ഒരു ചർച്ച ആകുമ്പോഴത്തേക്കും പല പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, സംസാരിച്ച് ഡീൽ ചെയ്ത്. അതറിയാതെ വന്നത്. പൊളിക്കോ? പൊളിക്കോന്ന്? പൊളിക്കൂല, പക്ഷെ ഇത് നമ്മള് പൊളിക്കും. ചേച്ചി അമ്മായി വന്നേ പാടേ കൊണ്ട് ചേച്ചി അമ്മായി. ചില ആൾക്കാരെ ഇനി ഫിലോസഫിക്കലായിട്ട് പറയൂലേ, നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ചുറ്റിനുണ്ടെന്ന്. അതിലൊരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ ഈ ഷെഡ്, ദോ ഫ്രണ്ടിലെ ആ ജലാശയം, തൊട്ടടുത്ത് തന്നെ ഒരു മുളം കൂട്ടം, അവിടെ നല്ല വറ്റിക്കിടക്കണ വയല്, ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം. സംഭവം ഇത് ടൗണിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറിയാണെങ്കിലും നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ. കിട്ടിയാ കിട്ടിയാ പറയട്ടെ, നമുക്കേ മുള വെട്ടി ഓടക്കുഴലിൽ വിട്ടാം. മുളയില്ല, മുള വെട്ടി ഓടക്കുഴൽ നല്ല ബിസിനസ് ആയിരിക്കും. വെട്ടിയാണ് ഓടക്കുഴൽ ഉണ്ടാക്കണത്. മുളയല്ലേ വെട്ടി ഞാൻ അടിക്കും ഞാൻ മുള. നീ അതല്ലല്ലോ ഉദ്ദേശിച്ച. അല്ല, നീ ഉദ്ദേശിച്ചെന്നാണ് ഞാൻ പറയട്ടാ. അമ്മായി കിട്ടിയാ? കിട്ടി. കൊച്ചു കള്ളി എന്നിട്ട് മിണ്ടായിരുന്നോ? പറ. ജലാശയം. അതെ, ജലാശയം. ജലാശയത്തിൽ ബോട്ടിംഗ്. ജലാശയത്തില് ബോട്ടിംഗ്. എന്താ തല്ലേ? ഇനി ദയവ് ചെയ്ത് രണ്ടുപേരും ആംബിയൻസ് എന്തിനാ ബോട്ടിംഗ്? താൻ തന്നെ പറ. ഞാൻ തന്നെ പറയാം. ഇവിടെ ഉള്ള എല്ലാം ഇങ്ങനത്തെ മരഭൂതങ്ങളായി പോയല്ലേ, പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഈ ആംബിയൻസില് നല്ലൊരു ചൂട് ചായ ഇങ്ങനെ കുടിച്ചോണ്ട് ഒരു ചൂട് പരിപ്പോടെ ഇങ്ങനെ എടുത്ത് എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും, നല്ല വൈബായിരിക്കും. ഒരു ചായ പരിപാടി വാങ്ങിച്ചു തരുമോ? പഴംപൊരി. ഇത് നമുക്കൊരു കഫ്റ്റേരിയ ആക്കാന്ന്. ഇവിടെയാ? ഇവിടെ കഫ്റ്റേരിയ. എടാ അതല്ലേ ഞാൻ വേണ്ടെന്ന് വെച്ചത്. അമ്മായി വേണ്ടാന്ന് വെച്ചത് നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണ്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോട്ടല്. എന്തോന്ന്? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോട്ടൽ. എടാ അല്ല, മൾട്ടി ക്വസ്റ്റ്യൻ റെസ്റ്റോറന്റ്. അത് തന്നെ, അത് വലിയ പരിപാടി. ഇത് ചായക്കട ചെറുത്. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഫ്റ്റീരിയ. അമ്മായി അല്ലേ പറഞ്ഞ അമ്മായിക്ക് എക്സ്പീരിയൻസ് വേണോന്ന് ഹോട്ടൽ തുടങ്ങാൻ. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയ സെറ്റപ്പിൽ തുടങ്ങി അങ്ങനെ ബിൽഡ് ചെയ്ത് കയറി വലിയ ഹോട്ടലിലേക്ക് പോവാ. എങ്ങനെ? അപ്പൊ എക്സ്പീരിയൻസും ആയി, ഒരു പുതിയ സ്റ്റാർട്ടപ്പ് പോയി. അത് എന്നാലേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നേരത്തെ മുള വെട്ടിയ പരിപാടി ഒന്നും കൊണ്ടുവരല്ലേ? മുളയൊന്നും അല്ല. എടാ അങ്ങനെയാണെങ്കില് നമുക്ക് പകലൊന്നും കട തുറക്കണ്ട. കട തുറക്കായിരുന്ന പിന്നെ എങ്ങനെ കച്ചവടം? എടാ അതല്ലടാ, വൈകുന്നേരം 4 to 9 അല്ലെങ്കിൽ 4 to 10 രാത്രി മാത്രം നമുക്ക് തുറക്കാം. നൈറ്റ് ആംബിയൻസ്. അതാകുമ്പോ കുറച്ച് LED ലൈറ്റ്സ് ഒക്കെ തൂക്കി, കുറച്ച് ബൾബൊക്കെ തൂക്കി കഴിഞ്ഞാൽ കളർഫുൾ ആയിരിക്കും. പിന്നെ അതെ ഇവിടെ നമുക്ക് കുറച്ച് ചെയർ ഇടാം. പിന്നെ ആ മുളയുടെ അവിടെ കുറച്ച് ചെയറും മേശയൊക്കെ ഇടാം. നല്ല ആംബിയൻസ് ആയിരിക്കില്ലേ? അത് നല്ല രസമായിരിക്കും കേട്ടാ. അല്ലേ? നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല വൈബിലിരുന്ന് ചായയും വടയും പരിപ്പുവടയും. വടയും പരിപ്പുവടയും ഉള്ള എല്ലാ കടയിലും കിട്ടൂലേ ഇവിടെ? ഞാൻ പറയട്ടാ, മലബാർ സ്നാക്സ് കൊണ്ടുവരാം. മലബാർ? മലബാർ പിടിക്കല്ലേ? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും. സ്പെഷ്യൽ ആയിട്ട് അതാവുമ്പോ ആൾക്കാർ ഇറച്ചിങ്ങോട്ട് കേറും.
ഒരു തവണ വന്ന് കണ്ട് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈബ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാകര ആയിരിക്കും. ചാകര വന്ന് പോകും. സെറ്റ്. അതാകുമ്പോ വലിയ ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ഹോട്ടലിന്റെ പകുതി കാശ് മാത്രം കൊടുത്താൽ മതി. അത്ര രാത്രിയാവുമ്പോ നല്ല മൂൺലൈറ്റും കാണും അല്ലേ? ഒരു പേര് വേണ്ടേ? പേര് മൂൺലൈറ്റ്. മൂൺലൈറ്റ് കുറച്ച് പരിഷ്കരിച്ചു പോയോ ആണല്ലേ? അമ്പിളിയമ്മാവൻ. പോടാ. ചന്ദ്രൻ. നിലാവ്. നിലാവ്. നിലാവ് വെളിച്ചം മതിയെ. നിലാവ് വെളിച്ചം വേണ്ട. അതെ മൂൺലൈറ്റ്. അതെ ഈ പേരിടുന്ന കാര്യമൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചിന്തിച്ചാ പോരെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങണ്ടേ? പ്ലാൻ ചെയ്യാതെ ഒരു പരിപാടി നടക്കൂല. അത് കറക്റ്റ് ആണ്. കൊറേ പ്ലാൻ ചെയ്ത ഹോട്ടലിന്റെ കാര്യം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഇത് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേടാ, പെട്ടെന്ന് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. എന്തായാലും ഐഡിയ സെറ്റ്. പതുക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ആംബിയൻസിന്റെ ഐഡിയ ഇട്ടത് ഞാനാണ്. തുടങ്ങിയത് ഇവനല്ലേ? ബാക്കി പ്ലാൻ ചെയ്യാം. എനിക്ക് വേണ്ട, എനിക്ക് ക്രെഡിറ്റ് വേണം. നിനക്ക് ക്രെഡിറ്റ് പിന്നെ തരാം. തുടങ്ങണം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.